ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീശു നായകൻ കൂട്ടാളിയാണ്. എല്ലാവർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാവിലെ ഉണർന്നെഴുന്നേൽക്കുവാനും ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവത്തിന് നന്ദി പറയുവാനും ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഈ വിലയേറിയ അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഒരു പുതിയ ദിവസം കൂടെ ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നുവല്ലോ, അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് രാവിലെ ഒരു പുതിയ ചിന്ത നമ്മുടെ ഈ ധ്യാനത്തിന് വിഷയമാക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആരാണ് എന്നുള്ളതിനേക്കാൾ നമ്മൾ ആരോട് കൂടെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായ കാര്യം. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത സമയത്ത് ഇലക്ഷൻ നടക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ നാം കാണുന്നതായ ഒരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ പാർട്ടിയുടെയും നേതാക്കൾ ആലോചിക്കുകയാണ് ആരുടെ കൂടെ നിന്നാൽ തങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും, തങ്ങളുടെ പാർട്ടിക്ക് ജയിക്കാൻ സാധിക്കും, അധികാരം പങ്കിടാൻ സാധിക്കും, ഭരണം ഉറപ്പിക്കാൻ സാധിക്കും എന്നിത്യാദി കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഓരോ പാർട്ടിയും ആരുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ ഏത് പാർട്ടിയുടെ കൂടെ നിൽക്കണം എന്നൊക്കെ ചിന്തിക്കുന്നതായ ഒരു സമയമാണിത്. അതുകൊണ്ട് നേതാക്കന്മാരും പാർട്ടികളും ഒക്കെ നെട്ടോട്ടത്തിലാണ്. ആരുടെ കൂടെ നിന്നാൽ അവർക്ക് ജയിക്കാനോ അല്ലെങ്കിൽ സ്ഥാനലബ്ധിക്കോ സാധ്യതയുണ്ട് എന്നുള്ളതിനെപ്പറ്റി വളരെ കൂലങ്കഷമായി ചിന്തിക്കുന്നതായ ഒരു സമയമാണിത്. ആരുടെ കൂടെ എന്നുള്ളതാണ് പ്രശ്നം. ഒരുപക്ഷെ നാം എത്രമാത്രം ഉന്നതരായിരുന്നാലും ആരോട് കൂടെ നാം നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായൊരു വസ്തുതയാണ്. തൽക്കാലം നമുക്ക് ഈ രാഷ്ട്രീയം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് നോക്കുകയാണെങ്കിൽ, നാം എല്ലാവരും നമ്മുടെ ജനനം മുതൽ ഓരോരുത്തരുടെ കൂടെയാണ് എന്ന് കാണാൻ സാധിക്കും. ജനിച്ചു വീഴുന്ന ഒരു ശിശു അതിൻ്റെ അമ്മയോടുകൂടെ അല്ലെങ്കിൽ അമ്മയപ്പന്മാരോടുകൂടെ അത് ജീവിക്കുന്നു. അവരുടെ സഹായത്തിന് എപ്പോഴും അവരുടെ അമ്മയപ്പന്മാർ കൂടെ ഉണ്ടാവാം. അങ്ങനെ അമ്മയപ്പന്മാരുടെ കൂടെ ആ കുഞ്ഞ് വളർന്നു വരികയാണ്. അതിൻ്റെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ ഒരുപക്ഷെ അത് സ്കൂളിലേക്ക് പോയി തുടങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടുകാരോടുകൂടെ അത് സമയം ചിലവഴിക്കുന്നു. അത് കഴിഞ്ഞ് അത് യുവത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിവാഹ സമയത്ത് അതിൻ്റെ ഭർത്താവിനോടുകൂടെ അല്ലെങ്കിൽ ഭാര്യയോടുകൂടെ ജീവിതം തുടരുകയാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോരോ സന്ദർഭങ്ങളിൽ, അതായത് അമ്മയപ്പന്മാരോടുകൂടെ, കൂട്ടുകാരോടുകൂടെ, ഭർത്താവിനോടുകൂടെ അല്ലെങ്കിൽ ഭാര്യയോടുകൂടെ, മക്കളോടുകൂടെ, കുടുംബക്കാരോടുകൂടെ, അങ്ങനെ ഓരോരുത്തരുടെ കൂടെ നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ സന്ദർഭങ്ങളിൽ നാം ജീവിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും നാം ആരുടെയെങ്കിലും ഒക്കെ കൂടെ ആയിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മോട് ചോദിക്കുന്നതായ ഒരു സത്യം നീ ആരുടെ കൂടെ എന്നുള്ളതാണ്. നീ ആരാണ് എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ താങ്കൾ ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. രാഷ്ട്രീയമായോ സാമൂഹ്യമായോ ഏതെങ്കിലും ഒക്കെ നിലകളിൽ ഉന്നതസ്ഥാനീയനായ ഒരു വ്യക്തിയായിരിക്കാം. അനേകർ താങ്കളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. വളരെ വലിയ സ്വത്തിൻ്റെ ഉടമയായിരിക്കാം. ഒരു വലിയ നേതാവായിരിക്കാം. അനേകരെ സ്വാധീനിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരുപാട് ഗുണഗണങ്ങൾ നമ്മെപ്പറ്റി പറയുവാനുണ്ടായെന്നിരിക്കാം. പക്ഷേ ദൈവവചനം പറയുന്നത് ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. ഏതു മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയാകുന്നു എന്ന് ദൈവവചനം വളരെ സ്പഷ്ടമായി പറയുകയാണ്. ഇന്ന് ഏറ്റവും ഉന്നതസ്ഥാനീയനായൊരു വ്യക്തി
നാളെ ഒരു പക്ഷെങ്കിൽ ഒന്നുമല്ലാത്തവനായി മാറിയെന്നിരിക്കാം. ഇന്ന് ഏറ്റവും വലിയ ധനികനായൊരു വ്യക്തി നാളെ പാപ്പരായി തീർന്നെന്നിരിക്കാം. അതുകൊണ്ട് ഈ സ്ഥാനമാനങ്ങളിൽ ഒന്നും യാതൊരു കാര്യവുമില്ല. ദൈവവചനം നമ്മോട് ചോദിക്കുന്നതായ ഒരു ചോദ്യം നീ ആരുടെ കൂടെ എന്നുള്ളതാണ്. നാം നമ്മുടെ മക്കളെ വളരെ കരുതലോടെ വളർത്തുന്നവരാണ്. അവരുടെ ശൈശവാവസ്ഥയിൽ അവർക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്നു. അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ ഓരോ കാര്യങ്ങളും നാം ശ്രദ്ധിക്കുന്നു. അവരാരുടെ കൂടെയാണ് ഇരിക്കുന്നതെന്നും ആരോട് കൂടെയാണ് നടക്കുന്നതെന്നും സഹകരിക്കുന്നതെന്നും എന്നൊക്കെ അറിയുവാൻ നാം ആഗ്രഹിക്കുന്നു. അവർക്കൊരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുമ്പോൾ ആരോടുകൂടെയാണ് അവർ ജോലി ചെയ്യുന്നത് എന്നും നാം അന്വേഷിക്കുന്നു. അവരുടെ വിവാഹപ്രായമാകുമ്പോൾ പ്രത്യേകിച്ച് പെൺമക്കളാണെങ്കിൽ ആരുടെ കൂടെയാണ് അയക്കുന്നതെന്ന് വളരെ ശ്രദ്ധാപൂർവം നോക്കുന്നു. കാരണം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ആരുടെ കൂടെ അവർക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു വളരെ ചിന്തനീയമായ കാര്യമായി അവശേഷിക്കുന്നു. അതുകൊണ്ട് ആരോടുകൂടെ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായൊരു വസ്തുതയാണ്. വിശുദ്ധ വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നതായ സത്യം, ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പിശാചിനോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അവനുണ്ടായ വലിയ നഷ്ടങ്ങളും ദുര്യോഗങ്ങളുമാണ്. എന്നാൽ അവനെ തിരികെ ദൈവത്തോട് കൂടെ ഇരുത്തുവാൻ വലിയവനായ ദൈവം ചെയ്ത അത്ഭുതകരമായ കാര്യമാണ് തിരുവെഴുത്ത് നമുക്ക് കാണിച്ചു തരുന്നതായ പരമപ്രധാനമായ സത്യം. കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ ഒരു യാഗമാക്കി അർപ്പിച്ചു. ആ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപക്ഷമ ലഭിക്കുകയും വീണ്ടും ദൈവത്തോട് കൂടെ ജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് ദൈവവചനം നമുക്ക് കാണിച്ചു തരുന്നതായ സത്യം. അതുകൊണ്ട് ദൈവവചനം ലോകത്തിലുള്ള സകല മനുഷ്യരോടും ചോദിക്കുന്നതായ ഒരു ചോദ്യം, നിങ്ങൾ ആരുടെ കൂടെയാണ് എന്നുള്ളതത്രേ. ഒരു മനുഷ്യൻ തൻ്റെ പാപത്തെക്കുറിച്ചും ദൈവനീതിയെക്കുറിച്ചും വരുവാനുള്ള നിത്യമായ ന്യായവിധിയെക്കുറിച്ചും ബോധം വന്നിട്ട് കർത്താവായി യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപക്ഷമ പ്രാപിച്ച് ദൈവത്തിൻ്റെ വകയായി തീർന്നിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തോടു കൂടെ നിങ്ങൾ ജീവിക്കുന്നു. അല്ല എങ്കിൽ താങ്കൾ പിശാചിനോടുകൂടെ ഇപ്പോഴും ജീവിക്കുന്നു എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നതായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും കർത്താവിൻ്റെ സ്വാധീനവും കർത്താവിൻ്റെ നിയന്ത്രണവുമുണ്ട് എന്നുള്ളത് വളരെ സ്പഷ്ടമായി ദൈവവചനം നമ്മെ അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളുടെ മുഖത്തും നമ്മോട് കൂടെയുള്ള കർത്താവ് നമ്മെ സഹായിക്കുന്നു. നാം പ്രയാസപ്പെടുമ്പോൾ ദൈവവചനം പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ളതത്രേ. നാം പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കിങ്ങനെ പറയുവാൻ സാധിക്കും, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. അങ്ങനെ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ വലിയ ധൈര്യമുണ്ട്. നിരാശ വരാനുള്ള സാഹചര്യത്തിൽ അതിൻ്റെ മധ്യത്തിലും ധൈര്യപ്പെടുവാൻ സാധിക്കും. പ്രയാസങ്ങളുടെ മധ്യത്തിലും സന്തോഷിക്കുവാൻ സാധിക്കും. കാരണം കർത്താവിനോട് കൂടെ ജീവിക്കുന്നത് കൊണ്ട് കർത്താവ് അവരെ ആശ്വസിപ്പിക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു, സഹായിക്കുന്നു, സ്വർഗീയമായ കരം വെച്ച് അവരെ തലോടുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തി മരിക്കുമ്പോൾ നാം പറയുന്നത് അവർ മരിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഹി വെന്റ് ടു ബി വിത്ത് ദ ലോർഡ് എന്ന് നാം പറയാറുണ്ട്. അവൻ ക്രിസ്തുവിനോട് ചേരുവാനായി പോയിരിക്കുന്നു. ഷി വെന്റ് ടു ബി വിത്ത് ദ ലോർഡ്. അവൾ ക്രിസ്തുവിനോട് ചേരുവാനായി പോയിരിക്കുന്നു. ഇനി ക്രിസ്തുവില്ലാത്ത ജീവിതമാണെങ്കിലോ, നീ പിശാചിനോടുകൂടെ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും നിനക്ക് ആലോചന നൽകുന്നത് പിശാചാണ്. നിന്റെ ജീവിതത്തെ നയിക്കുന്നത് പിശാച് തന്നെയാണ്. നീ മരിക്കുന്ന സമയത്ത് യാതനാസ്ഥലത്തേക്ക് പോകുന്നു. അന്ത്യന്യായവിധിക്ക് ശേഷമായി
പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ നരകാഗ്നിയിൽ പിശാചിനോടുകൂടെ നിത്യത മുഴുവനും ചെലവിടേണ്ടതായി വരുന്നു. ഇന്ന് രാവിലെ ദൈവവചനം ഓരോരുത്തരോടും ചോദിക്കുകയാണ്, നീ ആരുടെ കൂടെ? ഞാൻ ക്രിസ്തുവിനോട് കൂടെ എന്ന് ധൈര്യത്തോടെ പറയുവാൻ സാധിക്കുന്ന ഏതൊരു വ്യക്തിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലാത്തവർക്ക് അവരുടെ ജീവിതത്തിൽ പാപക്ഷമ ലഭിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുവാൻ അവരെ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഉണരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് രാവിലെ ഞങ്ങൾ ചിന്തിച്ചതുപോലെ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഇതുവരെയും ഈ രക്ഷയിലേക്ക് കടന്നു വരാത്തവരായിട്ട് ആരെങ്കിലും ഈ വാക്കുകളെ ശ്രദ്ധിച്ചുവെങ്കിൽ ഇന്ന് രാവിലെ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തോട് കൂടെ ജീവിക്കുവാൻ, നിത്യതയിലും ദൈവത്തോട് കൂടെ ആയിരിക്കാൻ അങ്ങനെയുള്ളവരെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണമേ കർത്താവേ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നത് കൊണ്ട് ഒന്നുകൊണ്ടും പരിഭ്രമിക്കുവാനോ പതറുവാനോ ഇടയാകാതെ അവിടുത്തെ കരം അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ലോകക്കാരെല്ലാരും കൈവേടുന്നിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടുന്നിടുമ്പോൾ, സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അന്ധകാരം ഭൂമിൽ വ്യാപരിച്ചിടുമ്പോൾ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അന്ധകാരം ഭൂമിൽ വ്യാപരിച്ചിടുമ്പോൾ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണേ. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം,